നിങ്ങളെല്ലാവരെയും വളരെ വിനയപുരസ്സരം ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ആകയാൽ ദൈവപുത്രനായ യേശുക്രിസ്തു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ശക്തിയാലും ജ്ഞാനത്താലും സകലത്തെയും സൃഷ്ടിക്കുകയും ഞങ്ങളുടെ രക്ഷിതാവായിരിക്കാൻ നിന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിക്കുകയും ചെയ്ത പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി ഉണ്ടാകട്ടെ. പാപമൊഴികെ സർവത്തിലും ഞങ്ങൾക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനും ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തെ ഏൽപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ നീതീകരണത്തിനായി വെറുക്കുകയും ചെയ്ത പുത്രനായ ദൈവമേ, അങ്ങേക്ക് സ്തുതി ഉണ്ടാകട്ടെ. സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുകയും ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ പകരുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങേക്ക് സകല മഹത്വവും സ്തുതിയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധനെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാവരങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. സർവവും നീ മാത്രമേ.
പാപമില്ല എന്ന് നാം പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പാപമേറ്റുപറച്ചിൽ പ്രാർത്ഥനയിലെ 4-ാമത്തെ പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളുടെ കഠിന കുറ്റ നിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് തിരുമുൻപാകെ ഏറ്റു പറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപം ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആമേൻ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവ ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നുവെങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശുക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോടുകൂടി അനുഭവം കൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. ആമേൻ. Today, the first lesson is taken from the book of Ezekiel, chapter 36, verses from 24 to 36. The book of Ezekiel, chapter 36, verses from 24 to 36. For I will take you out of the nations, I will gather you from all the countries, and bring you back into your own land. I will sprinkle clean water on you, and you will be clean. I will cleanse you from all your impurities and from all your idols. I will give you a new heart and put a new spirit in you. I will remove from you your heart of stone and give you a heart of flesh. And I will put my spirit in you and move you to follow my decree and be careful to keep my laws. You will live in the land I gave your forefathers. You will be my people. I will be your God. I will save you from all your uncleanness. I will call for the grains and make it plentiful, and will not bring famine upon you. I will increase the fruit of trees and the crops of field, so that you will no longer suffer disgrace among the nations because of famine. Then you will remember your evil ways and wicked deeds, and you will loathe yourself for your sins and dishonorable practice. I want you to know that I am not doing this for your sake, declare the sovereign Lord. Be ashamed and disgraced for your conduct, O house of Israel. This is what the sovereign Lord says. On the day I cleanse you from all your sins, I will resettle your town, and the ruin will be rebuilt. The desolate land will be cultivated instead of lying desolate in the sight of all who passes through it. They will say, this land that was laid waste has become like the Garden of Eden. The cities that were lying in the ruins, desolate and destroyed, are now fortified and inhabited. Then the nation around you that remain will know that I, the Lord, have rebuilt what was destroyed, and have replanted what was desolate. I, the Lord, have spoken, and I will do it. ദൈവമേ നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. The Ten Commandments. God spoke all these words, saying, I am the Lord your God. You shall have no other God before me. You shall not make for yourself a graven image, or any likeness of anything that is in heaven above, or that is in the earth beneath, or that is in the water under the earth. You shall not bow down to them or serve them. You shall not take the name of the Lord your God in vain. Remember the Sabbath day to keep it holy. 6 days you shall labor and do all your work. But the 7th day is a Sabbath to the Lord your God. Honor your father and your mother. You shall not kill. You shall not commit adultery.
You shall not steal, you shall not bear false witness, you shall not covet. Altogether, Lord, have mercy upon us and incline our hearts to keep this law. Let us read Psalm 29 responsively. Psalm 29. Ascribe to the Lord, you heavenly beings, ascribe to the Lord glory and strength. Ascribe to the Lord the glory due his name. Worship the Lord in the splendor of his holiness. The voice of the Lord is over the waters. The God of glory thunders. The Lord thunders over the mighty waters. The voice of the Lord is powerful. The voice of the Lord is majestic. The voice of the Lord breaks the cedars. The Lord breaks in pieces the cedars of Lebanon. He makes Lebanon skip like a calf, Syrian like a young wild ox. The voice of the Lord strikes with flashes of lightning. The voice of the Lord shakes the desert. The Lord shakes the desert of Kadesh. The voice of the Lord twists the oaks and strips the forest bare, and in his temple all cry, Glory. The Lord sits enthroned over the flood. The Lord is enthroned as king forever. Let us read together. The Lord gives strength to his people. The Lord blesses his people with peace. Glory be to the Father, Son, and the Holy Spirit. As it was in the beginning, now and ever shall be, world without end. Amen. ഈ വിശുദ്ധോസ്ത ആരാധനയ്ക്ക് വായിക്കുവാനായി നിശ്ചയിച്ചിരിക്കുന്ന ലേഖന വേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ദൈവജന സത്യപി. The Acts of the Apostles, 2nd chapter, verses 1-13. പെന്തക്കോസ്ത നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർത്തരും മേദ്യരും എലാമ്യരും മെസൊപ്പൊത്താമിയയിലും യഹൂദിയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസിയിലും പുങ്കിയയിലും പമ്പുല്യയിലും മിസ്രയീമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്ലേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ചു, ചഞ്ചലിച്ചു. ഇതെന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവിന് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. ഇവിടെ 2-ാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ദൈവമേ നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. The love poetry of Paul. 1 Corinthians chapter 13 verses 1-13. If I speak in tongues of men or of angels, but do not have love, I am only a resounding gong or a clanging cymbal. If I have the gift of prophecy and can fathom all mysteries and all knowledge, and if I have a faith that can move mountains, but do not have love, I am nothing. If I give all I possess to the poor, and give over my body to hardships that I may boast, but do not have love, I gain nothing. Love is patient, love is kind. It does not envy, it does not boast, it is not proud. It does not dishonor others. It is not self-seeking. It is not easily angered. It keeps no record of wrongs. Love does not delight in evil, but rejoices with the truth. It always protects, always trusts, always hopes, always perseveres. Love never fails,
But where there are prophecies, they will cease. Where there are tongues, they will be stilled. Where there is knowledge, it will pass away. For we know in part and we prophesy in part. But when completeness comes, what is in part disappears. When I was a child, I talked like a child. I thought like a child. I reasoned like a child. When I became a man, I put the ways of childhood behind me. For now we see only a reflection as in a mirror. Then we shall see face to face. Now I know in part. Then I shall know fully, even as I am fully known. And now these three remain: faith, hope, and love. But the greatest of these is love. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. വിശുദ്ധ വേദഭാഗം. The Gospel according to St. John, chapter 20, verses commence from 19 to 23. On the evening of that day, the first day of the week, the doors being locked, where the disciples were for fear of the Jews, Jesus came and stood among them and said to them, "Peace be with you." When he had said this, he showed them his hand and his side. Then the disciples were glad when they saw the Lord. Jesus said to them again, "Peace be with you. As the Father has sent me, even so I am sending you." And when he had said this, he breathed on them and said to them, "Receive the Holy Spirit. If you forgive the sins of any, they are forgiven them. If you withhold forgiveness from any, it is withheld." Here ends the Gospel reading. Bless the wind and across the world. Now the special prayers, birthdays and wedding anniversaries. Let us pray. Lord, we commit our people on your mighty hands. We remember the people, those who are celebrating their birthdays, particularly Anida Kuriakos, V.A. Philip, K.V. Thomas, Roshan V. Rajan, Baiju Oti, Salila Mabel, Daisy Shaji. Lord, may shower your blessings and abundance of grace upon them, so that they can receive your peace and grace happy. Lord, may all long life and security keep their ways by your guidance. Bless each one of them. Let them understand your will and purpose in their day-to-day life. And also we pray for the couples, those who are celebrating their wedding anniversaries: Reuben George, Shirley Reuben, Rostin Paul, Merlin R. Paul, Vinod Solomon, Juni Denny Solomon. Lord, let them understand your guidance and blessings on their family life. Bless their family and bless their journey together. Let their life be a blessing for the family, church and the society. Again, we remember and pray for the healing of the nations affected coronavirus, and also console and strengthen the people bereaved. Console their families too. Now we uphold the people who are seeking your blessings and healing touch. You may bless them and anoint them with thy Spirit.
Let them understand your will and purpose each and every day of their life. We pray in the name of Lord and Savior Jesus Christ. Amen. നമുക്ക് പ്രാർത്ഥിക്കാം. സകല സൃഷ്ടിയെയും രൂപാന്തരപ്പെടുത്തുന്ന ഞങ്ങളുടെ കർത്താവേ, ദൈവത്തിൻ്റെ വചനം അയച്ച് ഞങ്ങളെയും സമൂഹത്തെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയ അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് പകർന്ന് ഞങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തുടർന്നും ക്രമമായി ഉചിതമായി അത് നടക്കുവാൻ അങ്ങ് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇന്ന് നാം ചിന്തിക്കേണ്ടതായ വിഷയം കം ഹോളി സ്പിരിറ്റ് ട്രാൻസ്ഫോം ദ ഓൾ ക്രിയേഷൻ. പരിശുദ്ധാത്മാവെ വന്ന് സകല സൃഷ്ടിയെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നാൽ ഈ വിഷയം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന വിഷയത്തോട് ചേർന്ന് ചിന്തിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. സൃഷ്ടിയുടെ രൂപാന്തരത്തെക്കുറിച്ചുള്ള ചിന്തകൾ മറ്റൊരു സമയത്ത് ദൈവം അനുവദിച്ചാൽ പങ്കുവയ്ക്കാൻ ശ്രമിക്കാം. ഇസ്രായേൽ ജനം ചെറുതും വലുതുമായ ധാരാളം പെരുന്നാളുകൾ ആഘോഷിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടവയാണ് ഫെസ്റ്റിവൽ ഓഫ് ദ ടാബർനാക്കിൾ ഓർ ഫെസ്റ്റിവൽ ഓഫ് ദ ബൂത്ത്സ്, കൂടാര പെരുന്നാൾ, ഫെസ്റ്റിവൽ ഓഫ് പാസ്-ഓവർ, പെസക പെരുന്നാൾ, ഫെസ്റ്റിവൽ ഓഫ് പെന്തക്കോസ്റ്റ്, പെന്തക്കോസ്റ്റ് പെരുന്നാൾ. ഈ മൂന്നിനും തനതായ പ്രത്യേകതകളും ഐക്യമായ അനുഷ്ഠാന ക്രമങ്ങളും ഉണ്ട്. കാലാകാലങ്ങളിൽ ഇസ്രായേൽ ജനം ആചാര രീതികളിൽ വ്യതിയാനം വരുത്തുകയും സ്ഥലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അതിൽ പ്രത്യേകതകൾ നൽകുകയും ചെയ്തതായി ഇസ്രായേൽ ചരിത്രം വ്യക്തമാക്കുന്നു. ഈ ഉത്സവങ്ങളെ ശരിയായ രീതിയിൽ പരാമർശിച്ച ശേഷം ഇന്നത്തെ വിഷയത്തെക്കുറിച്ചുള്ള ചിന്തകൾ പങ്കുവയ്ക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാര പെരുന്നാൾ കൊണ്ട് ഇസ്രായേൽ ജനം ഓർക്കുന്നത് ഒരു കാലത്ത് അവർ അലഞ്ഞു നടക്കുന്നവരായിരുന്നു. They were nomads.
കൂടാതെ അവർ മരുഭൂമിയിൽ 40 വർഷം കൂടാരവാസികളും ആയിരുന്നു. അതിനാൽ ഉത്സവ ദിവസങ്ങളിൽ കൃഷിയിടങ്ങളിലും വഴിയോരങ്ങളിലും ആലയ പരിസരത്തും കുടിലുകൾ കെട്ടി പാർത്ത്, ഈ കുടിലുകൾ മരച്ചില്ലകളും പച്ചിലകളും കൊണ്ട് നിർമ്മിച്ച അവയായിരുന്നു. ഈ കുടിലകത്ത് പാർത്ത് മുകളിലേക്ക് നോക്കുമ്പോൾ വിള്ളലുകളിലൂടെ ആകാശത്തെ, നക്ഷത്രത്തെ കാണാൻ സാധിച്ചു. ഈ അവസരങ്ങളിൽ ദൈവത്തിൻ്റെ വിടുതലിനെ ഓർത്ത് അവർ ദൈവത്തിന് സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിച്ചു. പ്രവാസകാലത്തിനു മുമ്പ് ഇതൊരു വസന്തകാല ഉത്സവമായിരുന്നു. പ്രസ്തുത ഉത്സവത്തെ ഫീസ്റ്റ് ഓഫ് ഗ്യാദറിംഗ് എന്നും അറിഞ്ഞിരുന്നു. സെപ്റ്റംബർ മാസത്തിലെ പൂർണ്ണചന്ദ്രനുള്ള ദിവസം ആരംഭിച്ച് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമായിരുന്നു ഇത്. ധാരാളം വേദഭാഗങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആവർത്തന പുസ്തകം 13:16, പുറപ്പാട് പുസ്തകം 23:16, 34:22 എന്നീ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഈ ഉത്സവത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. പിൽക്കാലത്ത് ഇസ്രായേലിൻ്റെ പഞ്ചാംഗത്തിൽ വ്യതിയാനം വരുത്തി നവവത്സര പെരുന്നാളാക്കി ഇവർ ആഘോഷിച്ചു. ഇത്തരുണത്തിൽ കർഷകർക്ക് പ്രാധാന്യം നൽകി. അതിനാലാണ് പെരുന്നാൾ സമയത്ത് കൃഷിത്തോട്ടങ്ങളിലും കുടിൽ കെട്ടിയത്. ആവർത്തനം 16:13-25 വരെ. ബലിപീഠത്തിൽ പ്രദക്ഷിണം വയ്ക്കുക, ആഘോഷമായി ശീലോഹോം കുളത്തിൽ പോയി വെള്ളം കൊണ്ടുവന്ന് പാനീയയാഗം നടത്തുക, സ്ത്രീകളുടെ പ്രാകാരം അലങ്കരിക്കുക, ഗ്യാലറികളിൽ സ്ത്രീകളുടെ നൃത്തം അവതരിപ്പിക്കുക. ഇതിലുപരിയായി ഇത്തരുണത്തിൽ അനാഥരെയും പരദേശികളെയും വിധവകളെയും കരുതുകയും പ്രത്യേക പരിഗണന നൽകുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ പെരുന്നാൾ വിടുതലിൻ്റെ പെരുന്നാളാണ്. പെസഹ എന്നാണ് അതിൻ്റെ പേർ. പെസഹ എന്ന വാക്കിനർത്ഥം കുതിക്കുക, കടന്നുപോകുക, താണ്ടുക എന്നൊക്കെയാണ്. ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും മോചിതനായതിൻ്റെ ആ ഓർമ്മ, വീണ്ടെടുപ്പിൻ്റെ സ്മരണ. ഈ അവസരങ്ങളിൽ കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിക്കുന്നു, പുളിപ്പില്ലാത്ത അപ്പം കഴിക്കുന്നു, ആഹാരം ബാക്കി വയ്ക്കുവാൻ പാടില്ല. ചെറിയ കുടുംബങ്ങൾ മറ്റു കുടുംബങ്ങളോടുകൂടെ കൂട്ടി 10 പേർക്ക് ഒരാടെന്ന ക്രമത്തിൽ പാകം ചെയ്യുന്നു. ഇത് തീർത്ഥാടകരുടെ പെരുന്നാളാണ്. ഈ ഉത്സവത്തിൻ്റെ അവസാനത്തെ ദിവസം, ആ ദിവസം ആരംഭിച്ച് 7 ആഴ്ച കഴിഞ്ഞ് വരുന്ന 50-ാം ദിവസമാണ് പെന്തക്കോസ് പെരുന്നാൾ ആചരണം തുടങ്ങുന്നത്. അതായത് പെസഹ പെരുന്നാൾ കഴിഞ്ഞ് 7 ആഴ്ച കഴിഞ്ഞ് 49 + 1 50-ാം ദിവസം പെന്തക്കോസ് പെരുന്നാൾ ആഘോഷിക്കുന്നു. ഈ പെരുന്നാൾ ആരംഭിക്കുന്നത് വസന്തം, ശരത് കാലഘട്ടങ്ങളിലുള്ള കൊയ്ത്തിനോട് അനുബന്ധിച്ചാണ്. ഈ പെസഹ ഉത്സവത്തെ യേശു രൂപാന്തരപ്പെടുത്തി എന്ന് നാം മനസ്സിലാക്കുന്നു. യേശു പെസഹ കുഞ്ഞാടായും തൻ്റെ ശരീരത്തെ അപ്പമായും കുഞ്ഞാടിൽ നിന്ന് ചിന്തുന്ന രക്തത്തിന് പകരം മുന്തിരി നീരിനെ നൽകിക്കൊണ്ട് ഒരു പുതിയ ഉടമ്പടിയുടെ അടയാളമായി, ആരംഭമായി യേശുക്രിസ്തു പെസഹ ആചരിച്ചു. ഇന്നത്തെ നമ്മുടെ ആരാധനകളിൽ നടന്നു വരുന്ന വിശുദ്ധ സംസർഗ ശുശ്രൂഷ യേശുക്രിസ്തു രൂപാന്തരപ്പെടുത്തിയ, ട്രാൻസ്ഫോം ചെയ്ത പെസഹ ആണ്. പെന്തക്കോസ് പെരുന്നാളിന് വാരോത്സവമെന്നും പറയാറുണ്ട്. ഇതിനർത്ഥം 50-ാം ദിവസം എന്നാണ്, അല്ലാതെ പരിശുദ്ധാത്മാവ് എന്നല്ല. ഞാൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. പെന്തക്കോസ് എന്നതിൻ്റെ അർത്ഥം 50-ാം ദിവസം എന്നാണ്, അല്ലാതെ പരിശുദ്ധാത്മാവ് എന്നല്ല. എബ്രായ ഭാഷയിൽ ഷാബു ധാഗ്, ആഴ്ചയുടെ പെരുന്നാൾ, ഒരു ശബത്തിൽ തുടങ്ങി 7-ാമത്തെ ശബത്തിൽ അവസാനിക്കുന്ന ഒരു പെരുന്നാൾ. ഈ ഉത്സവത്തിനാണ് ബാർലി കൊയ്ത്തും ഗോതമ്പ് കൊയ്ത്തും ആരംഭിക്കുന്നത്. സീനായിൽ വെച്ച് ദൈവം മോശയിലൂടെ കൽപ്പന നൽകിയതിൻ്റെ ഓർമ്മയാണ്
ഈ ഉത്സവത്തിൻ്റെ പ്രധാന സംഗതി 2 ദിനവൃത്താന്തം 15, 10 മുതൽ 15 വരെയും ബുക്ക് ഓഫ് ജൂബിലി എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശവുമുണ്ട്. എല്ലാ പെരുന്നാളിലും ഇസ്രായേലിലെ പുരുഷന്മാർ ദൈവസന്നിധിയിൽ വരണമെന്ന് നിഷ്ഠയുണ്ടായിരുന്നു. പുറപ്പാട് 23:17, 34:23, ആവർത്തനം 16:16. മാത്രമല്ല, ദൈവസന്നിധിയിൽ വരുമ്പോൾ വെറും കൈയായി വരാനും പാടില്ല, അവനവന്റെ പ്രാപ്തിക്കനുസരിച്ച് കൊണ്ടുവരണം എന്നും ദൈവകൽപ്പന ഉണ്ടായിരുന്നു. AD 70 ടൈറ്റസിന്റെ കാലഘട്ടത്തിൽ യെരുശലേം ദേവാലയം നശിച്ചതിന് ശേഷം ജനം ചിതറിപ്പോയി. പിന്നീട് പെസഹയും കൂടാരപ്പെരുന്നാളും ഒരുമിച്ച് ചേർത്തു ഒരു ഉടമ്പടി ഉത്സവമായി ആഘോഷിച്ചു. ഇതിൽ പരദേശികൾക്കും ജാതികൾക്കും അനാഥർക്കും മതിയായ സ്ഥാനം അവർ കൽപ്പിച്ചു. ലേവ്യ പുസ്തകം 23-22, ആവർത്തനം 16, 11, 12 വാക്യങ്ങൾ. ഈ പെന്തക്കോസ്ത് ഉത്സവത്തെ ട്രാൻസ്ഫോം ചെയ്ത് ജനത്തിന് ആത്മാവിനെ പകരുന്ന ദൈവ ഉടമ്പടിയുടെ പൂർത്തീകരണത്തിൻ്റെ പുത്തൻ ഉത്സവമായി അപ്പോസ്തലപ്രവൃത്തികളിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാനായി കഴിയും. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായവും അതുപോലെ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലും ഈ പരാമർശങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രവാസത്തിൽ കഴിയുന്ന ജനത്തിനെ ഉദ്ധരിക്കുവാനായി ദൈവം പദ്ധതികൾ പ്രഖ്യാപനം ചെയ്യുന്നു. ഏസ്കൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് 25, 26, 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ ജനത്തെ മൊത്തമായി ചേറിപ്പാർത്തിരിക്കുന്ന ജനത്തെ ശേഖരിച്ച് അവരെ നിർമ്മല ജലം തെളിച്ച് ശുദ്ധീകരിച്ച് കല്ലായുള്ള അവരുടെ ഹൃദയം മാംസളമായ ഹൃദയം ആക്കി മാറ്റി ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ നടക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കും എന്ന് പ്രവാചകൻ വെളിപ്പെടുത്തുന്നു. പ്രോമിസ് ഓഫ് ദ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ എൻറ്റയർ പീപ്പിൾ ആൻഡ് ഫ്രീഡം ഫ്രം ദെയർ ക്യാപ്റ്റിവിറ്റി. കഴിഞ്ഞ ആഴ്ചത്തെ പ്രബോധനത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്ന ചില സംഗതികൾ പ്രസ്താവിക്കുകയുണ്ടായി. ഈ ആളത്വത്തിൻ്റെ പ്രവൃത്തികൾ വിവിധ തലത്തിലാണ്. ഇത് മനുഷ്യരിൽ മാത്രമല്ല, വസ്തുക്കളിലും മൃഗങ്ങളിലും പ്രകൃതിയിലും പരിവർത്തിച്ചിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഉദാഹരണമായി ഉൽപ്പത്തിയിൽ പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. മോശയുടെ വടിയിൽ പുറപ്പാട് 4:3. ഏലിയാവിന്റെ പുതപ്പിൽ 2 രാജാക്കന്മാർ 2:14. ദാവീദിന്റെ കിന്നരത്തിൽ 1 ശമൂവേൽ 16-ാം അധ്യായം 23-ാം വാക്യം. ഈ കിന്നര വായന കേട്ടാണ് ശൗലിന്റെ ദുരാത്മാവ് അവനിൽ നിന്ന് മാറിപ്പോകുന്നത്. ശിംശോന്റെ ജടയിൽ, അവന്റെ മുടിയിൽ, ന്യായപ്രമാണ പുസ്തകം 16-17. ബിലിയാമിന്റെ കഴുത സംസാരിച്ചു, സംഖ്യാപുസ്തകം 22:30. മത്തായി സുവിശേഷം 3:9 നാം വായിക്കുന്നത്, സ്നാപയോഹന്നാൻ പറയുന്നു, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ചുരുക്കത്തിൽ യേശുവിൻ്റെ മനുഷ്യ അവതാരം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ സംഭവിച്ചതെന്ന് സംശയത്തിന് വകയില്ലാത്ത രീതിയിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. യോഹന്നാൻ 1-ാം അധ്യായം 13-ാം വാക്യം, ലൂക്കോസ് 1-ാം അധ്യായം 35-ാം വാക്യം. പരിശുദ്ധാത്മാവിനെ ഇസ്രായേൽ ജനത്തിൽ, ശിഷ്യന്മാരിൽ, സഭയിൽ പകർന്ന് രൂപാന്തരം നൽകുമെന്നാണല്ലോ ഇന്നത്തെ പാഠങ്ങളിൽ നിന്ന് നാം ഗ്രഹിക്കുന്നത്. ഈ വാഗ്ദത്തത്തിനായി കാത്തിരിപ്പാൻ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു. ലൂക്കോസിന്റെ 24-29, അപ്പോസ്തലപ്രവൃത്തി 1:4. സ്നാപയോഹന്നാൻ പറയുന്നത് പോലെ എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും നിങ്ങളെ സ്നാനപ്പെടുത്തും. ലൂക്കോസ് 3:16. ഇതിൻ്റെ നിവൃത്തിയാണ് അപ്പോസ്തലപ്രവൃത്തികളിൽ 120 പേർ കൂടിയിരുന്ന് ആരാധിച്ചപ്പോൾ സംഭവിച്ചത്. വിശുദ്ധ തൃത്വം സഭയിൽ വെളിപ്പെട്ടു. പെന്തക്കോസ് കൊയ്ത്തുത്സവത്തെ ട്രാൻസ്ഫോം ചെയ്ത് ആത്മാഭിഷേകത്തിൻ്റെ
വചന മഴയുടെ ആഘോഷമാക്കി ദൈവം മാറ്റി. അപ്പോസ്തല പ്രവൃത്തി 22 കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കം അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു എന്ന് നാം വായിക്കുന്നു. എ സൗണ്ട് ലൈക്ക് എ മൈറ്റി റഷിംഗ് വിൻഡ്. ഈ അനുഭവം യെഹെസ്കേൽ പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോൾ 37 അധ്യായം 7 വാക്യത്തിൽ ഒരു മുഴക്കം കേട്ട ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി എന്നതിനോടും യോജിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായത്തിൽ പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ പെട്ടെന്ന് വലിയ ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. യേശുവിന്റെ ക്രൂശീകരണ സമയത്തും ഭൂകമ്പം ഉണ്ടായി. യേശു ഉയർത്തെഴുന്നേറ്റപ്പോഴും ഭൂകമ്പം ഉണ്ടായി. മത്തായി 27:52, 28:2. പുറപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ അതിന്റെ 19 അധ്യായം 16 മുതൽ 18 വരെ സീനായി മലയിൽ ദൈവം മോശയോട് കൽപ്പനകൾ നൽകിയപ്പോൾ കാഹളം, പുക, തീ, മിന്നൽ, ഇടിനാദം ഇവയുണ്ടായി. അപ്പോസ്തല പ്രവൃത്തിയുടെ ഈ അനുഭവത്തെ സീനായിയുടെ പ്രത്യക്ഷതയല്ലാതെ മറ്റെന്തായി നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും? പെന്തക്കോസ്ത് ഉത്സവത്തിന്റെ പ്രധാന അർത്ഥം, അതിന്റെ പൊരുൾ അതാണ്. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഡിവൈഡഡ് ടങ്സ് ആസ് ഫയർ അപ്പിയർഡ്. സീനായിയിൽ മോശയ്ക്ക് മാത്രമുണ്ടായിരുന്ന പ്രത്യക്ഷത ഇവിടെ കാത്തിരുന്ന എല്ലാവർക്കും ലഭിച്ചു. പുറപ്പാട് 3 അധ്യായം 1-6 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം മോശയെ വിളിച്ചപ്പോൾ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ കത്തുന്ന മുൾപ്പടർപ്പിന്റെ സാന്നിധ്യം, അതായത് കത്തുന്നുവെങ്കിലും ഇരിയാതിരിക്കുന്ന അനുഭവം, പിളർന്ന അഗ്നിനാവിന്റെ പ്രത്യക്ഷതയിൽ കൂടി ഈ അനുഭവവും നമ്മുടെ മനസ്സിനകത്ത് വരുന്നു. നാവിനെക്കുറിച്ച് യാക്കോബ് പറയുന്നത് മറ്റൊരർത്ഥത്തിലാണെങ്കിലും നാവ് ഒരു തീ പോലെ തന്നെ എന്ന പ്രയോഗം നാവിന്റെ സവിശേഷതയെ സൂചിപ്പിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ പറയുന്നതനുസരിച്ചിട്ട് എന്റെ വചനം തീ പോലെയും പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ. 23 അധ്യായം 29. മറ്റൊരിടത്ത് 5:14 ജനം വിറകും വചനം തീയുമാണെന്ന് രേഖപ്പെടുത്തുന്നു. എമ്മൗസ് യാത്രക്കാരോടൊപ്പം യേശു തിരുവെഴുത്തുകളെക്കുറിച്ച് തെളിയിച്ചു കൊടുത്തപ്പോൾ അവിടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 7 അധ്യായം 33-37 വരെയുള്ള ഭാഗത്ത് വിക്കനായ ചെകിടനെ പുരുഷാരത്തിൽ നിന്നും മാറ്റിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവന്റെ നാവിനെ തൊട്ടു, സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു, യഫഥ തുറന്നു വരിക എന്ന് യേശു കൽപ്പിച്ചു. ചെവി തുറന്നു, നാവിന്റെ കെട്ടഴിഞ്ഞ് വ്യക്തമായി സംസാരിച്ചു. ഈ അനുഭവം, തീയിലും ആത്മാവിലുമുള്ള സ്നാനം അവിടെ അന്ധത മാറ്റി ആത്മീയ കണ്ണ് തുറന്നു. ഇനി അവർക്ക് സംസാരിക്കാം എന്നുള്ളതിൻ്റെ അധികാരമാണ് ഈ പ്രത്യേക സംഭവം. ടങ് ഈസ് എ സിംബൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ തീ എന്ന് പറയുന്നത് ദൈവവചനത്തെ സൂചിപ്പിക്കുന്നു. ഈ അഗ്നിനാവുകൾ അവരുടെ മേൽ പതിഞ്ഞു. അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന് നാം വായിക്കുന്നു. പെട്ടെന്നൊരു മുഴക്കമുണ്ടായപ്പോൾ ജനം വന്നുകൂടിയവരിൽ ഭക്തിയുള്ളവരും ഉണ്ടായിരുന്നു. ഗലീലാക്കാരായ വ്യക്തികൾ പല ഭാഷകളിൽ സംസാരിക്കുന്നത് കേട്ട് വന്നുകൂടിയവർക്ക് അമ്പരപ്പുണ്ടായി. അവർ പറയുന്നു, നാം സംസാരിക്കുന്ന നമ്മുടെ ഭാഷയിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. ഈ സംഭവം എ സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, എ സ്പിരിറ്റ് ഓഫ് യൂണിറ്റി ഇൻ ദ കൾച്ചേഴ്സ്. കേൾവിക്കാർക്ക് അവരുടെ ഭാഷയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ആത്മപകർച്ചയാണ് ഇവിടെ സംഭവിച്ചത്. എന്നാൽ ഈ സംഭവത്തിന്റെ ചുവട് പിടിച്ച് ഇന്ന് പല സഭകളിലും നടക്കുന്നതോ ചിലപ്പോൾ ബാബേൽ ആവർത്തിക്കുന്നു എന്ന് തോന്നുന്നില്ലേ? ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 1-9 വരെ. ഭാഷയുടെ കലക്കം ആവർത്തിക്കുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്തുവാൻ കഴിയുകയില്ല. ശിഷ്യന്മാർ അന്യഭാഷകളിൽ സംസാരിച്ചപ്പോൾ ഇത് കേട്ട ജനം അഭിപ്രായം പറഞ്ഞത്, ഈ നമ്മുടെ ഭാഷയിൽ
അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നു എന്ന് തമ്മിൽ പറഞ്ഞു. അവരിൽ ചഞ്ചലമുണ്ടായി. മറ്റു ചിലർ ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തു. തീയാലും ആത്മാവിനാലും നടന്ന ഈ സ്നാനം, അഥവാ വചനത്താലും ആത്മാവിനാലും നടന്ന ഈ അഭിഷേകം വിശുദ്ധ തൃത്വത്തിന്റെ സഭയിലുള്ള വ്യക്തമായ ഇടപെടലാണ്. പെന്തക്കോസ്ത് ദിനത്തിലെ ഈ നിറവ് ആത്മീയ കൊയ്ത്തിന്റെ ഉദ്ഘാടനമാണ്. പത്രോസിന്റെ പ്രസംഗത്തിൽ തുറന്ന ഭാഗങ്ങളിൽ നാം അറിയുന്നത് 3000 പേർ സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. ആത്മപ്രവാഹത്താൽ 120 പേർ ഐക്യപ്പെട്ടു. വചനം കേട്ടവർ ഐക്യപ്പെട്ടു. ഭാഷകളും സംസ്കാരങ്ങളും ഐക്യപ്പെട്ടു. ഈ പ്രക്രിയയുടെ ആരംഭം സഭയിൽ തുടക്കം കുറിച്ചു. ഇതൊരു രൂപാന്തര പ്രവൃത്തിയാണ്. ലോകത്തിൽ ഈ ദൗത്യം നിറവേറ്റതിൻ്റെ ഉത്തരവാദിത്വം സഭയ്ക്കാണ്. അതിന് ദൈവാത്മ സാന്നിധ്യം ദൈവം സഭയിൽ പകർന്നുകൊണ്ടിരിക്കുന്നു. നാം ഈ ദൈവീയ പ്രേരണയ്ക്ക്, ഇൻസ്പിറേഷന് വിധേയപ്പെട്ട് ഈ പ്രവൃത്തി നിവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതിനായി ദൈവം നമ്മെ സജ്ജീകരിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാത്തിരുന്ന് പ്രാർത്ഥിച്ചവരുടെ മേൽ ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ ആത്മാവിനെ പകർന്ന് അനുഗ്രഹിച്ച ഞങ്ങളുടെ കർത്താവേ, ഈ ആത്മപ്രവാഹത്തിൽ അവർ സംസാരിച്ചപ്പോൾ കേട്ട് നിന്ന ജനത്തിന് ശരിക്ക് ഒരു ധാരണ, ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നുവെന്ന ബോധ്യം നൽകിയ ഞങ്ങളുടെ ദൈവമേ, വളരെ വ്യക്തമായും സംശുദ്ധമായും പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തുറന്നും സഭയിൽ നൽകി കർത്താവെ, മനുഷ്യരെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് കർത്താവെ, ജനങ്ങളെല്ലാം പരിഭ്രാന്തിയിലിരിക്കുമ്പോൾ ഒരിക്കൽ കൂടെ അവിടുത്തെ ആത്മീയ മഴ അങ്ങ് പകർന്ന് ജനത്തിന് സൗഖ്യം നൽകി ശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങളെ കൂടെ അപേക്ഷിക്കുന്നു. കേട്ട വചനം ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകരുതേ. പിശാച് വന്ന് ഇതിനിടയ്ക്ക് കള വിതയ്ക്കുവാൻ അങ്ങ് അനുവദിക്കരുതേ. എല്ലാവരെയും ആസ്വദിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചതിൽ നിന്നും പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തി പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധ സംസ്കൃതത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകൾ നടക്കാം. നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ സഭയ്ക്കായി പ്രാർത്ഥിക്കാം. സഭയിൽ ഉള്ള എല്ലാ കുടുംബങ്ങൾക്കായിട്ടും വ്യക്തികൾക്കായിട്ടും പ്രാർത്ഥിക്കാം. ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടങ്ങളിൽ പലവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നാം വസിക്കുന്ന ദേശത്തെയും നമ്മുടെ രാജ്യത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കൊറോണയുടെ ബുദ്ധിമുട്ടുകൾ മൂലം ഈ ലോകത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേക കോടി ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരുടെ വേർപാട് സംഭവിച്ചിരിക്കുന്നവർ, രോഗാവസ്ഥയിലായിരിക്കുന്നവർ, രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, അവരെല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ എല്ലാ ആവശ്യങ്ങളെയും ഓർത്തുകൊണ്ട് രണ്ടാമത്തെ ലിത്താനി നമുക്ക് വാക്യമായിട്ട് പ്രാർത്ഥനയിൽ ചൊല്ലാം. ലോകസമാധാനത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. സഭാമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും
ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മാർത്തോമാ സഭയുടെ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും വേണ്ടി പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ നയിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റു പറയുന്ന ഏവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാരോടും കൂടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സകലജ്ഞാനത്തിന്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിലുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിക്കാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സിലുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. Almighty God, Father of all mercies, we thine unworthy servants to give thee most humble and hearty thanks for all thy goodness and loving kindness to us and to all men. We bless thee for our creation, preservation and all the blessing of this life, but above all for thine inhesitable love in the redemption of the world by our Lord Jesus Christ, for the means of grace and for the hope of glory. And we beseech thee, give us that due sense of all thy mercies, that our hearts may be unfailing thankful, and that we show forth thy praise not only with our lips but in our lives, by giving up ourselves to thy service, and by walking before thee in the holiness and righteousness all our days. Through Jesus Christ our Lord, to whom with thee and the Holy Spirit be all honor and glory, world without end. Amen. കർത്താവിന്റെ പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിസ്തീരിക്കപ്പെടണമേ. തിരുരാജ്യം വരയണമേ. തിരുവിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരവും തരയണമേ. ഞങ്ങളെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാവകടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ കിടത്താതെ സഹദോഷം പിടിവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. കർത്താവിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞാൻ നിങ്ങളെ എല്ലാവരെയും പരമേൽപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് നമ്മളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിച്ച് നമുക്കെല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാ പുത്ര പരിശുദ്ധാത്മാവ ത്രിയേക ദൈവത്തിന് അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും നമ്മുടെ എല്ലാ കുടുംബങ്ങളോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.